BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ജയിക്കുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. പല സംസ്ഥാനങ്ങളിലും BJP ജയിക്കുന്നു. ഇപ്പോൾ അവസാനമായി നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പിലും BJP ജയിച്ചു. എന്നാൽ BJP എവിടെയെങ്കിലും ജയിച്ചാൽ അപ്പോൾ തന്നെ ചില ആളുകൾ BJP ജയിക്കുന്നത് EVM അട്ടിമറി കൊണ്ടാണ് എന്ന് പറഞ്ഞു തുടങ്ങും. ഇവർ BJP ജയിക്കുന്നത് വരെ ഇവർ പറയും BJP ജയിക്കില്ല, ഒരു കാരണവശാലും ജയിക്കില്ല. അത് നമ്മൾ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുന്നതിന് മുന്നേ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സുരേഷ് ഗോപി ജയിക്കില്ല, ഉറപ്പായും ജയിക്കില്ല എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഇവർ പറയും BJP ജയിക്കില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ എതിരാളികൾ എല്ലാവരും പറയും BJP ജയിക്കില്ല എന്ന് പറയും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ BJP അവിടെ ജയിച്ചിരിക്കും. ഇത് ഈ അടുത്ത കാലത്തായി നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് മാത്രമല്ല, വളരെ കോമഡി ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം കൂടിയാണ് ഇവരുടെ EVM അട്ടിമറിയെ കുറിച്ചുള്ള കേരളത്തിലെ പ്രമുഖ ചാനലുകൾ ഉൾപ്പെടെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇങ്ങനെ BJPയെ വീഴ്ത്താനും BJPയുടെ ജയം അംഗീകരിക്കാനും കഴിയാത്ത അവരുടെ മനസ്സിൽ അവർക്ക് ഏക ആശ്രയമായിട്ട് വന്നിരിക്കുന്നത് EVM അട്ടിമറിയാണ്. പിന്നെ ഇവരൊരു വാദം കൂടി ഉന്നയിക്കുന്നുണ്ട്, EVM മാറ്റണം, EVM വേണ്ട, ഇനി എല്ലാവരും പഴയതുപോലെ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്ന സിസ്റ്റം വരണമെന്നൊക്കെ. ഇനിയിപ്പോൾ അങ്ങനെ വരാൻ വരികയില്ല. അങ്ങനെ വന്നെങ്കിൽ തന്നെ അപ്പോഴും BJP തന്നെ ജയിക്കും. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ഇവിടുത്തെ കേരളത്തിലുള്ള കുറച്ച് ആളുകൾ വിചാരിക്കുന്നത് പോലെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അവിടെയുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ, അവർക്ക് രാജ്യം പുരോഗതിയിലേക്ക് വരണം, രാജ്യസ്നേഹവും ഉള്ളവർ, അവർ തീർച്ചയായിട്ടും BJPയെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ BJP ബാലറ്റ് പേപ്പറിലാണെങ്കിലും BJP തന്നെ ജയിക്കും. അപ്പോൾ ഇവർ എന്തെങ്കിലും പുതിയൊരു വാദം ഉന്നയിക്കും, വേറെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഈ കൂട്ടർ ഒരുപക്ഷെ പറയും ബാലറ്റ് പേപ്പറിൽ കള്ളവോട്ട് ചെയ്തു BJP ജയിച്ചു എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. അങ്ങനെ ഇവർക്ക് തികഞ്ഞ അസഹിഷ്ണുതയാണ് കേരളത്തിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് കടുത്ത അസഹിഷ്ണുതയുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു തന്ത്രമാണ് EVM അട്ടിമറി എന്ന ആരോപണം. ഇതിൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്. EVM അട്ടിമറി കൊണ്ടാണ് BJP ജയിക്കുന്നതെന്ന് വരുത്തി തീർക്കുക. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും BJPയെ സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു ഭയവും ഈ കൂട്ടർക്കുണ്ട്. ഇനി ഭാവിയിൽ BJPക്ക് വോട്ട് ചെയ്ത് BJP കേരളത്തിൽ അധികാരത്തിൽ വന്നാലോ എന്നൊരു ഭയവും ഇവിടെയുള്ള ആളുകൾക്കുണ്ട്. EVM അട്ടിമറി കൊണ്ടാണ് BJP ജയിക്കുന്നത് എന്നൊരു പ്രചരണം നടത്തിയാൽ കേരളത്തിലെ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യില്ല എന്നതായിരിക്കാം ഇവരുടെ ഒരു ധാരണ. ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തിയതുകൊണ്ടൊന്നും BJPക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ കുറെ കാലം ഇവരുടെയൊക്കെ വാദഗതികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ ഭാവിയിൽ തീർച്ചയായും അവരും BJPയെ സപ്പോർട്ട് ചെയ്യും. BJPയുടെ ഭരണത്തിൽ നമ്മുടെ ഭാരതം വളരെയധികം മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മികച്ച ഭരണമാണ്. അഴിമതി രഹിതമായ ഒരു അഴിമതി ആരോപണം പോലും സത്യത്തിൽ ഇവർക്ക് ആർക്കും ഉന്നയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആളുകളുടെ ഒരു അസഹിഷ്ണുത കൊണ്ട് ഉണ്ടാക്കിയ EVM അട്ടിമറി എന്ന കപടവാദവും ജനങ്ങൾ പൊളിച്ചെറിയും. കേരളത്തിലെ ജനങ്ങൾ, മറ്റുള്ളവരെയൊന്നും അത് ബാധിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ സത്യം തിരിച്ചറിയും. വളരെ മികച്ച ഒരു ഭരണമാണ് കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിലേക്ക് രാജ്യം വളരെയധികം പുരോഗതിയിലേക്ക് എത്തും. അപ്പോൾ കേരളത്തിലെ ജനങ്ങളും തീർച്ചയായും സത്യം തിരിച്ചറിയും. അവർ തീർച്ചയായും BJPയെ സപ്പോർട്ട് ചെയ്യും. ഒരു അഴിമതി പോലും നേരാവണ്ണം പ്രതിപക്ഷങ്ങൾക്ക് ഉന്നയിക്കാൻ പറ്റാത്ത വളരെ ശക്തവും രാഷ്ട്രത്തെ വളരെ ഉയർച്ചയിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മികച്ച ഭരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും അധികം താമസിക്കാതെ ഒരു മാറ്റം വരാൻ നമുക്ക് കാത്തിരിക്കാം.